സെഷനിൽ നമ്മൾ സ്പാഷ്യൽ ഫിൽറ്ററിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കുന്നു, മീൻ എവറേജ് ഫിൽറ്ററിംഗ് നോക്കുന്നു, അതിൻ്റെ എക്സാമ്പിളുകൾ, പിന്നെ വെയ്റ്റഡ് മീൻ ഫിൽറ്ററും അതൊക്കെ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതാണ് നമ്മളിതിൽ നോക്കുന്നത്. സ്പാഷ്യൽ ഫിൽറ്ററിങ്ങിൽ നമ്മൾ ഒരു പിക്സലിൻ്റെ നെയ്ബർഹുഡും കൂടി കൺസിഡർ ചെയ്യും ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ. അതായത് ഒരു പിക്സലിൻ്റെ ചുറ്റുമുള്ള നെയ്ബറിംഗ് പിക്സൽ എന്ന് പറയുമ്പോൾ മൊത്തം 3x3 മാട്രിക്സിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാസ്ക് അല്ലെങ്കിൽ ഫിൽറ്ററിങ്, കെർണൽ, ടെംപ്ലേറ്റ് ഇതൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റ് കോർണറിൽ കാണുന്ന ടേബിളിൽ അതിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഇതിനനുസരിച്ചിട്ട് ഈക്വൽ കോർഡിനേറ്റിലുള്ള ഒരു പിക്സൽ മാറ്റം വരുത്താണ് ഈ സ്പാഷ്യൽ ഫിൽറ്ററിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഫിൽറ്ററിങ്ങിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇതിൻ്റെ വാല്യൂസും ഏറ്റവും മുകളിൽ കാണുന്ന കോഎഫിഷ്യൻ്റ് വാല്യൂസ് മാറുന്നു നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഷാർപ്പൻ ചെയ്തിട്ടുള്ളൊരു ഇമേജാണ്, ഇൻപുട്ട് ഇമേജ് ഷാർപ്പൻ ചെയ്തിട്ടുള്ളതാണ്, ഈ സ്പാഷ്യൽ ഫിൽറ്ററിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഈ സ്പാഷ്യൽ ഫിൽറ്ററിംഗ് മെത്തേഡ് 2 രീതിയിലുണ്ട്, കോറിലേഷനുണ്ട്, കോൺവുലേഷനുണ്ട്. കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, മാച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ആ പിക്ചർ റൈറ്റ് സൈഡിൽ മുകളിലത്തെ പിക്ചറിലുണ്ടല്ലേ VA എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാച്ച് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മാച്ച് ചെയ്യുന്നത്. കോൺവുലേഷനിൽ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സ്മൂത്തൻ ചെയ്യുന്നു, ഒറിജിനൽ ഇമേജിനെ സ്മൂത്തൻ ചെയ്യുന്നു, ഷാർപ്പൻ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് ഈ കോൺവുലേഷൻ മെത്തേഡിലൂടെ ചെയ്യുന്നത്. ഈ സൈഡിൽ നമ്മൾ നോക്കുന്നത് മീൻ ആവറേജിങ് സ്മൂത്തിങ് ഫിൽറ്റേഴ്സ് എങ്ങനെയാണ് വർക്കിംഗ് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക 3x3 മീൻ ഫിൽറ്ററാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്, അതുപോലെ തന്നെ 5x5 മീൻ ഫിൽറ്ററാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പിക്സലും റീപ്ലേസ് ചെയ്യുന്നത് ഈ നൈബറിങ് വാല്യൂസും കൂടി കണ്ടിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് പിക്സൽ റീപ്ലേസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക അതിൻ്റെ സ്മൂത്ത് റീജിയൻസ് ഓരോ ഇമേജിലും ഷാർപ്പായിട്ടുള്ള വേരിയേഷൻസ് റിമൂവ് ചെയ്തിട്ടാണ് നമുക്കതൊരു സ്മൂത്ത് റീജിയനാക്കി മാറ്റുന്നത്. പിന്നെ ഈ മാസ്കിൻ്റെ എലമെൻറ്റ്സ് എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഈ മാസ്ക് എലമെൻറ്റ്സിൻ്റെ സം 1 ആയിരിക്കും. ഇതിൽ മീൻ ആവറേജ് ഫിൽറ്ററിംഗ് ആണ് നോക്കുന്നത്. ഇത് സ്മൂത്തൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മീൻ ആവറേജ് 0 ആയിരിക്കും. പിന്നെ തൊട്ടടുത്ത കോളം നോക്കുക. അപ്പോൾ പക്ഷേ തൊട്ടടുത്ത കോളം വരുമ്പോൾ 90 വരുന്നുണ്ട്. 90 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 180 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് മാറ്റം വരുന്നത്. ഈ വെയ്റ്റഡ് മീൻ ആവറേജ് ഫിൽറ്ററാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 3x3 മാട്രിക്സിൽ നടുക്കിൽ 4 കാണാം. അതായത് മറ്റുള്ള നെയ്ബറിംഗ് നമ്പേഴ്സിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സംഖ്യയാണ് സെൻട്രലായിട്ട് വരുന്നത്. അതാണ് ഈ വെയ്റ്റഡ് മീൻ ഫിൽറ്റേഴ്സ്. ഗൗസിയൻ ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയ്റ്റഡ് ഫിൽറ്റേഴ്സാണ് ഈ ഗൗസിയൻ ഫംഗ്ഷൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ G σ x(y) = 1/2π σ2 എക്സെപ്ഷണൽ x² + y² ഡിവൈഡഡ് ബൈ 2 σ². അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ σ = 1 ആയിരിക്കും. നമ്മൾ ഇനി ഈ മീൻ ഫിൽറ്ററിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുന്നത് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാർപ്പ് ട്രാൻസിഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഗ്രേ ലെവൽസിലൊക്കെ ഷാർപ്പ് ട്രാൻസിഷൻ കുറച്ച് കൊണ്ടുവരാനാണ് ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോയ്സ് എലിമിനേഷനൊക്കെയാണ് വേണ്ടിയിട്ടാണ്, സ്മോൾ ഡീറ്റെയിൽസ് ഒക്കെ ഇഗ്നോർ ചെയ്യാനായിട്ടുള്ള വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഫോൾസ് കോണ്ടൂറിന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ ഇറലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് വെച്ചാൽ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ബ്ലേഡ് ആയിട്ടിരിക്കും എഡ്ജസ്. അതാണ് ഈ ഫിൽറ്ററിൻ്റെ ഒരു ലിമിറ്റേഷൻ. പിന്നെ ഒരു വേറെ ലിമിറ്റേഷൻ വെച്ചാൽ ഒരു സിംഗിൾ പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സറൗണ്ടിങ് വാല്യൂസിന് അത് വളരെ അധികം അത് സ്വാധീനിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഇപ്പോൾ ഈ സ്മൂത്തിങ് സ്പാഷ്യൽ ഫിൽറ്ററിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹബിൾ ടെലിസ്കോപ്പ് എടുത്തുള്ള പിക്ചർ. അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതിൽ എക്സ്ട്രാ ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആവറേജ് ഫിൽറ്റർ വെച്ചിട്ട് സ്മൂത്തൻ ചെയ്യും. എന്നിട്ട് ഈ സ്മൂത്തൻ ചെയ്തതിന് ശേഷം നമ്മളത് ത്രെഷോൾഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്കതിൽ വലിയ ഒബ്ജക്റ്റുകൾ മാത്രമായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ആവറേജ് ഫിൽറ്റേഴ്സ് സ്മൂത്തനിങ്ങിനും അത് കഴിഞ്ഞിട്ട് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഗൗസിയൻ ഫിൽറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒറിജിനൽ ഇമേജാണ്. ഇപ്പോൾ സിഗ്മ ചെറിയ വാല്യൂ ആണെങ്കിൽ നമുക്കത് ലിമിറ്റഡ് ബ്ലേഡിങ്ങിൽ കിട്ടും. സിഗ്മ ലാർജർ വാല്യൂ ആണെങ്കിൽ വളരെ എന്താ പറയുക സ്ട്രോങ് ബ്ലേഡ് ആയിരിക്കും റിസൾട്ടിൽ വരുന്നത്. ഇതാണ് എവറേജിങ് ഫിൽറ്ററും ഗൗസിയൻ സ്മൂത്തിങ് ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസം. ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട് ഇമേജാണ് എവറേജിങ് ഫിൽറ്റർ നടുക്കി കാണുന്നത്, ഗൗസിയൻ ഫിൽറ്റർ റൈറ്റിൽ കാണുന്നത്. ഇതിൽ നമുക്ക് ഗൗസിയൻ ഫിൽറ്ററാണ് കൂടുതൽ ബ്ലേഡിങ്ങിൽ നല്ല ക്വാളിറ്റി ആയിട്ട് കാണുന്നത്.
നമ്മളിപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ സ്പാർട്ടിൽ ഫിൽറ്ററിംഗ് എന്താണ്, ഫിൽറ്റർ മെത്തേഡ് എന്താണെന്ന് നോക്കി, മീൻ ആവറേജ് ഫിൽറ്ററിംഗ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾ നോക്കി, വെയ്റ്റഡ് മീൻ ഫിൽറ്റർ നോക്കി, അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കി.